പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 2-ാം വാക്യം മുതൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും, വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും. എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. ദൈവത്തിന് നന്ദി. നമ്മൾ രഹസ്യമായി പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളൊക്കെ ദൈവത്തിനറിയാം. ദൈവത്തിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കാൻ സാധ്യമല്ല. അപ്പോൾ നമ്മൾ എത്രയൊക്കെ രഹസ്യമാണെന്ന് കരുതി എന്തൊക്കെ ചെയ്താലും അതെല്ലാം ഒരു നാൾ അല്ലെങ്കിൽ മറ്റൊരു നാൾ പരസ്യമാവുക തന്നെ ചെയ്യും. നമ്മുടെ ചുറ്റിനുമൊക്കെ കണ്ണോടിച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ വാർത്തകളും എല്ലാം കേട്ട് കഴിഞ്ഞാൽ, ഇവരൊക്കെ പല VIP കളും വളരെ രഹസ്യമായി ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ പരസ്യമായിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിലുള്ള ഒരു ജീവിതം, ക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട്, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച്, ക്രിസ്തുവിൻ്റെ വചനം നൽകുന്ന വെളിച്ചത്തിൽ ജീവിച്ചാൽ അതിലും വലിയൊരു ഇൻഷുറൻസ് വേറെ ഒന്നുമില്ല. ക്രിസ്തു വീണ്ടും പറയുന്നു, ഈ വചനത്തിലൂടെ വീണ്ടും പറയുന്നു, നിന്റെ ശരീരത്തിനെ നശിപ്പിക്കാൻ കഴിവുള്ളതിനെ ഒന്നും നീ പേടിക്കണ്ട, നിന്റെ ആത്മാവിനെ നശിപ്പിക്കാൻ കഴിവുള്ളതിനെ പേടിക്കുക, അതിൽ നിന്ന് മാറി നടക്കുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കാരണം ഏത് വഴികളിലൂടെ ചെകുത്താന്, ദുഷ്ടാത്മാക്കൾക്ക് നമ്മളെ കീഴ്പ്പെടുത്താൻ ഉള്ള വഴികൾ ഇന്നത്തെ കാലത്ത് നിരവധിയാണ്. അത് ഇൻ്റർനെറ്റ് വഴിയാകാം, വേറെ ആധുനിക ടെക്നോളജിയൊക്കെ വെച്ചാകാം, വ്യാജ വചന പ്രഘോഷകരിലൂടെയാകാം, തലതിരിഞ്ഞുപോയ പുരോഹിതന്മാരിലൂടെയാകാം. ഇങ്ങനെ ഈ ഏത് വഴിക്കാണ് സാത്താൻ്റെ വരവ് എന്ന് യഥാർത്ഥ വിശ്വാസി എപ്പോഴും ജാഗരൂകരായിരിക്കണം. സത്യമേതാണ് അസത്യമേതാണെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ. അതുകൊണ്ട് സദാ ജാഗരൂകരായിരുന്നു കൊണ്ട്, ക്രിസ്തുവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്ന് അണുവിട മാറി നടക്കാതെ ക്രിസ്തുവിനോട് ചേർന്നുള്ളൊരു ജീവിതം ആകാംക്ഷകളെ ദൂരീകരിക്കും. യഥാർത്ഥ സമാധാനവും ശാന്തിയും നമ്മൾ അനുഭവിക്കും. നമ്മൾ ആരെയും പേടിക്കേണ്ടതില്ല. നമുക്ക് നല്ല ഉറക്കം കിട്ടും. നമ്മൾക്ക് പദവിയും പ്രതാപവും ഒക്കെ ഉണ്ടാകാം, ഇല്ലാതാകാം.
പക്ഷേ ഉള്ളതുകൊണ്ട് വളരെ സമാധാനത്തിൽ ശാന്തതയോടുകൂടെ ജീവിക്കുവാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു. ക്രിസ്തു എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഈ ലോകം തരുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. ഇതാണ് യഥാർത്ഥ സന്തോഷവും സമാധാനവും. അപ്പോൾ ക്രിസ്തു വചനമനുസരിച്ച്, കാരണം ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവന് നിയമത്തെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, മറ്റു മനുഷ്യരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവൻ തെറ്റൊന്നും ചെയ്യുന്നില്ല. ആര് കണ്ടാലും ശരി, ആര് കണ്ടില്ലെങ്കിലും ശരി, അവൻ്റെ പെരുമാറ്റം അവനറിയാം. ക്രിസ്തു അവനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെയും സന്തോഷവുമാണ് യഥാർത്ഥ സന്തോഷമെന്ന് അവനറിയാം. അപ്പോൾ ക്രിസ്തുവിനോട് ചേർന്നുള്ളൊരു ജീവിതം ജീവിക്കുകയാണെങ്കിൽ അതാണ് ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും അനുയോജ്യമായ ജീവിതം. ദുഷ്ടന്മാരൊക്കെ വളരെ വളരുന്നതായി നമുക്ക് തോന്നും. പെട്ടെന്ന് അവർ വീണുപോകുന്നതും നമ്മൾ കാണും. അപ്പോൾ ജീവനും മരണവും കർത്താവ് നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് ജീവൻ തിരഞ്ഞെടുക്കാനുള്ള വിവേകം കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കതിനായി ആഗ്രഹിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. ആമേൻ.